തീർച്ചയായിട്ടും രമേശ്, ഇതിന് നമ്മൾ ഇങ്ങനെയാണ് വീക്ഷണം ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ടെററിസ്റ്റ് ഭീകര ആക്രമണം ഉണ്ടാകുമ്പോൾ അതിന് പല പല ഘട്ടങ്ങളുണ്ട്, അതിൻ്റെ പല പടവുകളുണ്ട്, പല അധികം ആളുകൾ ചേർന്ന് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ അവർ നടത്തുന്നത്, അതായത് ടെററിസ്റ്റ് ഓപ്പറേഷൻ. അതിനകത്ത് ആദ്യമേ അവരുടെ ലോഞ്ച് പാഡിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതിർത്തിയിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ കടക്കാൻ ശ്രമിക്കുന്നത് പോലെ കാണിക്കും. എന്നിട്ട് കടക്കാൻ പറ്റുന്ന ഒരു സമയത്ത്, മഞ്ഞ് വീഴുന്ന സമയത്തോ അല്ലെങ്കിൽ കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്ന സമയത്താണ് ഈ ഇൻഫിൽട്രേഷൻ, നുഴഞ്ഞുകയറ്റത്തിന് അനുകൂലമായിട്ടുള്ളത്. അപ്പൊ അവരത് കടന്ന് വരുമ്പോൾ ഈ സൈഡിൽ, ഇന്ത്യയുടെ അകത്ത് കുറച്ച് അവർക്കൊരു റിസീവിങ് ഏരിയ ഉണ്ട്. അവിടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വന്ന് അവിടെ അവരെ കണ്ടുമുട്ടുകയും അവർക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് ആഹാര സാധനങ്ങളും കൂടുതൽ ലോജിസ്റ്റിക് സപ്പോർട്ടും കുറച്ച് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ വന്ന് അവർ കുറച്ച് നാൾ തങ്ങുകയും പിന്നെയാണ് അവർ പോയി ഈ സ്ഥലത്ത് തന്നെ പോയി അവർ ഒരു റെക്കഗ്നൈസൻസ്, ഒരു നിരീക്ഷണം നടത്തുന്നത്. പിന്നെ അവർ ഒരു പ്ലാൻ ഉണ്ടാക്കി അവരുടെ ഹാൻഡ്ലറിനെ അറിയിക്കും. അതിനാണ് അവരുടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. അപ്പൊ ഇതിനകത്ത് പല പല ആളുകളും ചേർന്ന് കൂടിയാണ് ഇത് നടത്തുന്നത്, ഈ പ്ലാനിങ് എക്സിക്യൂഷൻ. അതുപോലെ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞിട്ട് എവിടെ പോയി ഒളിക്കണം, ഏത് വഴിയാണ് പോകേണ്ടത്, എവിടെ ചെന്നാണ് അവർ തങ്ങേണ്ടത്, ഇതെല്ലാം പുനർനിശ്ചിതമായിരിക്കും. അതുകൊണ്ട് ഇതിനകത്തുള്ള എല്ലാ തരത്തിലുള്ള ആളുകളെയും കണ്ടുപിടിക്കാനുള്ള ഒരു പ്രാപ്തി ഇന്റലിജൻസ് ഏജൻസിക്കുണ്ട്. മാത്രമല്ല, പക്ഷെ അത് ചെയ്യാനായിട്ടുള്ള പ്രയാസങ്ങൾ നമ്മൾ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. അപ്പൊ ഇതിനകത്ത് 2 തരം ഇന്റലിജൻസ് ഉണ്ട്. അതായത് ഹ്യൂമൻ ഇന്റലിജൻസ്. ഇവരെവിടെയൊക്കെ പോകുന്നു അവിടെയുള്ള സാധാരണ ജനങ്ങളെ കാണുകയോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മെഡിക്കൽ സപ്പോർട്ടോ എന്തെങ്കിലും ആഹാര സാധനങ്ങളോ മേടിക്കുകയാണെങ്കിൽ അപ്പോൾ അവരുടെ ആ ഇൻഫർമേഷൻ കുറച്ച് സമയം കഴിഞ്ഞ്, ഉടനെ തന്നെ കിട്ടുകയില്ല, നമുക്ക് 1-2 ദിവസം കഴിഞ്ഞ് കിട്ടും. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ട്രെയിൽ വെച്ച് നോക്കിയിട്ടാണ് പോകുന്നത്. രണ്ടാമത്തെ ഇന്റലിജൻസ് ഉള്ളത് ഇവർ VSAT ഉപയോഗിക്കുമ്പോൾ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ളത് കുറച്ച് പ്രയാസമാണ്. എന്തുകൊണ്ടെന്നാൽ ഡയറക്റ്റ് സാറ്റലൈറ്റ് വഴിയാണ് കമ്മ്യൂണിക്കേഷൻ. എന്നിരുന്നാലും അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ട്. അത് ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് ഈ വാർത്താവിനിമയം നടക്കുന്നത്, എങ്ങോട്ടാണ് നടക്കുന്നത്, ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം നമുക്ക് പ്ലോട്ട് ചെയ്ത് ഭൂപടത്തിൽ, മാപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറച്ച് നാളായിട്ട്, ഇത് 10-14 ദിവസം, ഈ തുമ്പ് കിട്ടിയപ്പോ തൊട്ട് 14 ദിവസം അടുപ്പിച്ചാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത്. ചില സമയങ്ങളിൽ ഞാൻ കാശ്മീരിൽ, നോർത്ത് ഈസ്റ്റിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ 1-1.5 മാസം 2 മാസം പോയിട്ടും, പല പ്രാവശ്യം പോയിട്ടും ചിലപ്പോൾ കിട്ടാതെ നമ്മൾ തിരിച്ചു വന്നിട്ട് പിന്നെയാണ് വേറെ ഒരു സ്ഥലത്തുനിന്ന് ഫലപ്രാപ്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു സമയം കുറച്ച് വേണം എപ്പോഴും. കാര്യം എന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ ഇതിനകത്ത് തന്നെ പറഞ്ഞ പോലെ ഈ ഭീകരന്മാരുടെ ഗ്രൂപ്പ് 3-4 ആളുകളുള്ള ഒരു ഗ്രൂപ്പായിരിക്കും. അവർക്ക് വേണ്ട ആവശ്യങ്ങളുടെ തോത് വളരെ കുറവായിരിക്കും. എത്ര ആഹാരം വേണം, അപ്പൊ ആ ആഹാര സാധനങ്ങളും ഇതൊക്കെ അവർക്ക് നേരത്തെ തന്നെ പല സ്ഥലങ്ങളിലും അവര് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കും. ചിലപ്പോൾ ഈ ആയുധങ്ങളും അമ്യൂണിഷനും അവരെന്ത് ചെയ്യും, ഈ പ്ലാസ്റ്റിക്കിനകത്ത് കവർ ചെയ്ത്, അല്ലെ പോളിത്തീനകത്ത് കവർ ചെയ്ത് വെള്ളത്തിനടിയിൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കും. ഈ വല്ല പാറയായിട്ടോ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ കൂടെ ഇങ്ങനെ കെട്ടി വെച്ചേക്കും. പിന്നെ വന്ന് അവരെ വലിച്ചെടുക്കും. ചില സമയത്ത് ഞങ്ങൾ പ്രാവശ്യം കാശ്മീരിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ കണ്ടത് അവര് കുഴിച്ചിട്ടിരുന്നു. നേരത്തെ 1 വർഷം മുമ്പോ 2 വർഷം മുമ്പ് കുഴിച്ചിരുന്നു. അതിന്റെ പുറത്ത് ഈ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് വെജിറ്റബിൾസ് അവർ ഗ്രോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് പ്രയാസമുണ്ടാകും. ഇപ്പോൾ തന്നെ ഇത് 14 ദിവസം അടുപ്പിച്ച് ഓപ്പറേഷൻസ് ചെയ്ത അവസാനം ഇത് പിടിച്ചെടുക്കാൻ പറ്റി, ഇവരെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ വളരെ ഒരു ശ്ലാഘനീയമായ ഒരു ഫലപ്രാപ്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇവരുടെ 3 പേരും പാകിസ്ഥാനി ദേശക്കാരാണെന്ന് മാത്രമല്ല, പാകിസ്ഥാൻ രാജ്യത്തിലെ പൗരന്മാരെന്ന് മാത്രമല്ല, ഇതിന്റെ ലീഡർ പാകിസ്ഥാൻ കമാൻഡോ ടീം സർവ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ പഹൽഗാമിന് എന്തുമാത്രം അവർ മുഖ്യത കൊടുത്തിരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. രണ്ടാമത് പറയേണ്ടത്, ഇവിടെ നിന്ന് പിടിച്ചിട്ടുള്ള ആയുധങ്ങളിൽ ഒന്ന് റൈഫിൾ ഗ്രനേഡ്സ് ആണ്. 17ഓളം റൈഫിൾ ഗ്രനേഡ്സ് പിടിച്ചിട്ടുണ്ട്. റൈഫിൾ ഗ്രനേഡ് എന്ന് വെച്ചാൽ റൈഫിളിൽ ആ ഗ്രനേഡ് ഫിറ്റ് ചെയ്തിട്ട് പിന്നെ ഫയർ ചെയ്യുമ്പോൾ 10-300
മീറ്റർ ദൂരെ പോയി വീണ് പിന്നെയാണ് പൊട്ടുന്നത്. അല്ലെങ്കിൽ ആകാശത്ത് വെച്ചിട്ടാണെങ്കിലും പൊട്ടാൻ പറ്റും. നമ്മൾ പ്രത്യേകിച്ചും ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഈ രണ്ട് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ദൂരം വെച്ച് നോക്കുമ്പോൾ ഈ അമർനാഥ് യാത്രയുടെ അവിടെ നിന്ന് വളരെയധികം ദൂരത്തിലല്ല. 18 റൈഫിൾ ഗ്രനേഡ് അല്ലെ 17 റൈഫിൾ ഗ്രനേഡ് എന്ന് വെച്ചാൽ അത് അവരുടെ ഉദ്ദേശത്തെ ദ്യോതിപ്പിക്കുന്നു. എന്തായാലും ഒരു കൂട്ട ആക്രമണം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതും ഇത് മൂലം ഉന്മൂലനം ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ അറിയണം. ഓക്കെ.